കുഞ്ഞിൻ്റെ കല്യാണ ദിവസം 4:45 സമയമാണത്. അന്നേരം നല്ല മഴയായിരുന്നു. ഒരു മഴ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ആ ദിവസം ഫുൾ ഭയങ്കര മഴയായിരിക്കുന്നു. അപ്പോൾ അവൾക്കൊരു 4:45 സമയത്താണ് അവളുടെ ബ്യൂട്ടീഷ്യൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഞങ്ങൾ 2 മണിയായിട്ട് കിടന്നപ്പോൾ മെഹന്തിയൊക്കെ ഇട്ട് കിടന്നപ്പോൾ ആ ഒരു സമയമായി. എന്നാലും ഞങ്ങൾ എണീറ്റു. പിന്നെ ചേട്ടൻ കൊണ്ടുവന്നാക്കി കാരണം എളുപ്പമായി. ഞങ്ങൾ 2 വീലറിന് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇങ്ങനെ മഴ പെയ്ത കാരണം ഗോൾഡ് കൊണ്ടുപോകണ കാരണം അത് നടന്നില്ല. അപ്പോൾ അവളങ്ങനെ രാവിലെ തന്നെ പുറപ്പെട്ടു. പിന്നീട് ഞങ്ങൾ ഭയങ്കര സാമട്ടിലിട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിലേ ആയിട്ടായിരുന്നു. അപ്പോൾ അത് കാരണം സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ഒരുങ്ങാൻ ഭയങ്കരമായിട്ട് നേരം വൈകിയത്. അത് കാരണം വീട്ടിലുള്ള അവളുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇതിപ്പോൾ ഹാളിൽ വന്നിട്ട് നമ്മൾ ചെക്കൻ്റെ വീട്ടിലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇതാണ് വീഡിയോ ആണ് ഇതൊക്കെ. അപ്പം അന്നേരമാണ് ഞാൻ അവളെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. വീട്ടിൽ വന്ന നേരത്തെ എനിക്കതൊന്നും പറ്റിയില്ല. അപ്പം ഇങ്ങനെ ഹാളിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ അതേ സമയമായിക്കൊണ്ടിരിക്കണുള്ളൂ, മുഹൂർത്തത്തിൻ്റെ സമയമായിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് മേലെ ബാൽക്കണിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അവളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ബാൽക്കണിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹാളിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ അവളുടെ അടുത്ത് ഭയങ്കര വിഷസൊക്കെ അറിയിച്ച് അങ്ങനെ എല്ലാവരും നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു മേക്കപ്പ്. ഇതിനിടയ്ക്ക് എൻ്റെ ചെരുപ്പ് കൂട്ടി. അപ്പോൾ ഈ ഫോൺ പിടിച്ച് കണ്ട് ചെരുപ്പ് നോക്കാൻ പറഞ്ഞു കേട്ടോ. അവൾ എൻ്റെ ഫോൺ തട്ടിപ്പറിക്കണ ഒരു സീനാണത്. അപ്പം അങ്ങനെ അത്യാവശ്യം ആ ചെക്കൻ്റെ ആൾക്കാരൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ പെൺകുട്ടീനെ ആനയിച്ച് കൊണ്ടുപോകണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചേച്ചിമാർ കസിൻസ് സിസ്റ്റേഴ്സൊക്കെ നമ്മളുടെ ബാൽക്കണിയിൽ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അവൾക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ സമയമായി. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് അവളുടെ സൈഡ് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അത്ര കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം നമ്മളുടെ എന്താ പറയുക, അച്ഛന്മാരെ ഇളയമ്മ അമ്മായി അങ്ങനെയുള്ളവരൊക്കെ ഇനി താലം കൈമാറുക. അപ്പോൾ ഈ താലം കൊണ്ടിട്ട് വേണം അവൾക്ക് സ്റ്റേജിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ചെക്കൻ്റെ ആൾക്കാർ വന്ന ആരാണോ നമ്മൾ തിക്കുന്നറക്കടിച്ച് വേഗം താഴേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവൾ താലം കൊണ്ട് പോണ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ ഒരു മുല്ലപ്പന്തലൊക്കെ ഇട്ടിട്ടാണ് അവളിങ്ങനെ ആനയിച്ച് ഇങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണത്. അപ്പം ഞാനിതുപോലെ അതിൻ്റെ ഇടയിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോസാണിത്. കാരണം അവരും കൂടെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ മാറി മാറി പോകണമല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടെ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫോട്ടോസിലൊക്കെ നല്ല രസമുണ്ട്. കുറച്ച് നേരം പോസ്റ്റ് ചെയ്ത് നിന്നപ്പോൾ മാമൻ പറയാണ് ഷെയ്ക്ക് ചെയ്യാനായിട്ട് മുല്ലപ്പന്തൽ. അവളുടെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു മുല്ലപ്പന്തലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകണമെന്ന്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയതാണ് നമ്മൾ. പിന്നെ മുടി എല്ലാവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മുടി ഇങ്ങനെ അഴിച്ചിടാന്ന് ഉള്ളത് അവളുടെ ഒരു പ്ലാനിങ് ആയിരുന്നു. എല്ലാവരും മുടി മെടഞ്ഞിട്ടല്ലേ ഇടാറ്. അപ്പം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഓൾറെഡി അത്യാവശ്യം മുടിയുണ്ട്. ഇരിങ്ങാലക്കുടയും വെള്ളാങ്കല്ലിലുള്ള ദേവൂസ് ബ്യൂട്ടി പാർലറുണ്ട്. അവിടെയായിരുന്നു അവളുടെ മേക്കപ്പ്. അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവളെ എൻഗേജ്മെൻറ്റിന് അത്രയ്ക്ക് വിചാരിച്ചത്ര ഭംഗിയായില്ല. അപ്പോൾ അവൾക്ക് എങ്ങനെയായാലും കല്യാണത്തിന് നല്ല ഭംഗിയാവണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിചാരിച്ച പോലെയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് ചെക്കൻ്റെ ആൾക്കാരൊക്കെ വന്നത് ചെക്കൻ്റെ അമ്മയാണ്. അപ്പം നമ്മളുടെ ശാന്തി മറ്റേ കന്യാദാനം എന്നുള്ള ചടങ്ങിക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റേതായ ഓരോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്.
അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് എന്ന് വെച്ചാൽ അവളുടെ ഒരു കല്യാണം അവസാനത്തെ കല്യാണമാണ്. അപ്പോൾ നല്ല രീതിയിൽ നടത്തണം. കുട്ടികൾക്കും നമ്മുടെ ഫാമിലി കസിൻസ് പിള്ളേർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ അടിച്ചുപൊളി കല്യാണമായിരിക്കണം എന്ന്. അപ്പോൾ അങ്ങനെ അച്ഛൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചടങ്ങിക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. കന്യാദാനം കൈ പിടിച്ച് കൊടുക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇതെൻ്റെ അമ്മ വീട്ടുകാരാണ്, ആൻറ്റി, വല്യമ്മ അങ്ങനെയുള്ളവരൊക്കെയാണ്. ഞാൻ വീഡിയോ എടുക്കണ ഇപ്പുറത്തെ സൈഡിൽ വന്നു നിന്ന് ശരി നമ്മൾ അപ്പുറത്തെ സൈഡ് നിൽക്കേണ്ടതാണെന്നൊക്കെ പറയണു. പക്ഷെ ഞാൻ വീഡിയോ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നു നിന്നത്. പിന്നെ അവളുടെ ഫേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വന്നത് ഭയങ്കരമായിട്ട് ആ ഫേസിൽ കാണും. അവൾ ഒട്ടും ചിരിച്ചിട്ടൊന്നല്ല നിന്നിരുന്നത്. എന്തിനൊന്നുമില്ലാതെ ഭയങ്കര ടെൻഷനിലായിരുന്നു കുഞ്ഞൻ. ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അച്ഛനമ്മമാർക്കും മനസ്സിൽ കുറച്ച് സന്തോഷവും എന്നാൽ വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ അവർക്കൊരു സങ്കടമുള്ള കാര്യമാണ്. കാരണം അവരത്രയും കാലം വളർത്തി വലുതാക്കിയിട്ട് ആ ഒരു മോള് അവരെ കയ്യിൽ നിന്ന് പോവുമല്ലേ, വേറൊരാൾക്ക് കൊടുക്കുകയാണല്ലോ. പിന്നെ ആ ഒരു വീട്ടിൽ ഈ ഒരു ചടങ്ങോട് കൂടി ആ കുട്ടി അവിടെ നിന്ന് പോവുകയല്ലേ, പിന്നെ കാണലുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഒരു പേരൻസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, പെൺകുട്ടികൾ മാത്രമുള്ള അച്ഛനമ്മമാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം മക്കളുടെ ഇടയിലും അവരുടെ ആ ഒരു ഒച്ചപ്പാടും ബഹളത്തിലൊക്കെ ജീവിച്ചിട്ട് പിന്നീട് ഭയങ്കര ഒരു സൈലൻസ് ആയിരിക്കും വീട്ടിലുണ്ടാവുക. അപ്പം നമ്മളുടെ താലികെട്ടിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം എനിക്ക് അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് കല്യാണം കഴിക്കാനായിരുന്നു. പക്ഷെ സമയത്തിൻ്റെയും ഒരു മുഹൂർത്തത്തിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ട് നടന്നില്ല. അവൻ മാലയുടെ കൊളുത്ത് എത്ര പൂട്ടിയിട്ടും ശരിയാവണ്ടായിരുന്നില്ല. കുറച്ച് നേരം മാലയുമ്പോൾ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, വേർത്തൊഴുകയായിരുന്നു. അപ്പം ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂമാല മേടിക്കുമ്പോൾ ഒന്നെങ്കിൽ റോസാപ്പൂവിൻ്റെയും അല്ലെങ്കിൽ താമരമുട്ടിൻ്റെയും മതിയെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായം മാനിച്ച് അവൻ താമരമുട്ടാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇതാവുമ്പോൾ പിന്നെ നമുക്കധികം കട്ടി ഉണ്ടാവില്ല, എന്നാൽ കാണാൻ നല്ല റിച്ച് ലുക്ക് ഉണ്ടാവും. അവിടെ നമ്മുടെ കസിൻസ് പിള്ളേരൊക്കെ ഒരു ഡാൻസിൻ്റെ കാര്യം പറയണം. അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കണമെന്ന്. അപ്പോൾ അതിനുള്ള സമയം തികയോ എന്നുള്ള കാര്യത്തിൽ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം അതിൻ്റെ പ്ലാനിങ് ഒക്കെയാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവളുടെ ബ്ലൗസ് വർക്ക് ചെയ്തത് മറ്റേ കൊടുങ്ങല്ലൂർ തമ്പുരു ബൊട്ടിക്കുണ്ട്, അവിടെയായിരുന്നു ചെയ്തത്. നന്നായി ചെയ്തിട്ടുണ്ട്. അവർ ആ വർക്കൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മുടെ മെയിൻ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ ഫാമിലി, കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഉള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും. അതിനിടയ്ക്ക് നമ്മൾ ചെക്കനും പെണ്ണിനും മധുരം കൊടുക്കണം എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ. ഇതിനിടയ്ക്ക് എൻ്റെ അമ്മ പാല് മേടിക്കാൻ മറന്നുപോയി. അങ്ങനെ പാലില്ലാതെ നമ്മൾ പായസം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ തിക്കും തിരക്കിനിടയിൽ ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. ഇതിപ്പോൾ ചെറുക്കന് മാലിടൽ ചടങ്ങാണ്. ചേച്ചിയുടെ ഹസ്ബൻഡാണ് ചെയ്തത്. നമുക്കങ്ങനെ ആങ്ങളമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ അത് ആങ്ങളമാരില്ലേ, അപ്പോൾ ചേട്ടനാണ് അത് ചെയ്തത്. അപ്പോൾ ഇത് നമ്മളുടെ അമ്മയുടെ വീട്ടുകാരെ, അതായത് നമ്മൾ പെണ്ണിൻ്റെ ആൾക്കാരുടെ ഡാൻസ്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഒന്ന് കുറച്ചിട്ടേക്കുന്നത്. കോപ്പിറൈറ്റ് വരുമെന്ന് അറിയില്ലേ, നോക്കാം. അപ്പം അങ്ങനെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ചെക്കൻ്റെ കൂടെ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അവളെ കരയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം കുഞ്ഞൻ അങ്ങനെ പെട്ടെന്ന് കരയണ ഒരാളൊന്നുമല്ല. പക്ഷെ നന്നായി കരഞ്ഞു വിട്ട പുള്ളിക്കാരത്തി.
ഇത് ചെക്കൻ്റെ അവിടുത്തെ റിസപ്ഷനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് മാത്രമേ അവിടുത്തെ റിസപ്ഷൻ്റെ കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു കുറച്ച് ഫുഡിൻ്റെ വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഫുഡ് അടിക്കുന്ന തിരക്കിലായിപ്പോയി. എൻ്റെ പേരിൽ ഇങ്ങനെ ഫുഡ് മേടിക്കാൻ പോണ കുറച്ച് വീഡിയോസും പക്ഷെ കഴിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. അച്ഛൻ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു അച്ഛനായ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റിസപ്ഷന്. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെയും അത്യാവശ്യം ഉപ്പിലിട്ട ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ ഫുഡ് ഇഷ്ടം പോലെ കഴിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറുക്കൻ്റെ വീട്ടുകാരുടെ, അതായത് ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ആണത്. നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഓളമൊക്കെ ഉണ്ടായിരുന്നു ആ സ്റ്റേജിൽ. അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ ഡാൻസ് കളിക്കാൻ പോവാണ്. നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഈ ഒരു പാട്ടെത്തുമ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഡ്രസ്സിൻ്റെ ഒരു എന്താ പറയുക, ഡ്രസ്സ് ഇട്ടിട്ട് അവൾക്ക് കളിക്കാൻ പറ്റും. അതിൻ്റെ പേരിൽ അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയുന്നത്. പക്ഷെ പിന്നീട് അവളുടെ ആ ഒരു ഗ്യാപ്പ് അവൾ ഫില്ല് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞിൻ്റെ കല്യാണം. നല്ല അടിപൊളി കല്യാണമായിരുന്നു.